ഹായ് ഹലോ എവരിവൺ, എല്ലാവർക്കും മാഷൻ ടീച്ചറിൻ്റെ മറ്റൊരു പുതിയ വീട്ടിലോട്ട് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൂട്ടുകാർക്ക് ഉദ്ഘാടനം 2ാം ദിവസം ഇൻ്റഗ്രേഷൻ ഡേ 2 പരീക്ഷ കഴിഞ്ഞു അല്ലേ. അപ്പം എല്ലാ മക്കളും നന്നായിട്ട് തന്നെ എക്സാം എഴുതിയിട്ടുണ്ടായിരിക്കുമല്ലോ. ഓക്കെ മക്കളെ, അപ്പോൾ ഇന്നത്തെ പരീക്ഷയിൽ കൂട്ടുകാർക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് നോക്കണ്ടേ. എക്സാം ഈസി ആയിരുന്നു എന്നുള്ള കാര്യം നമ്മുടെ കമൻറ്റ് ബോക്സിൽ പറയാം കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് ആദ്യമുള്ള പ്രവർത്തനം ഓൺ ടെയിൽസ് ആൻഡ് വിങ്സ്. ടീച്ചർ ആദ്യം ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ കാണിക്കാം കേട്ടോ, അതിനുശേഷം മലയാളത്തിലും പറയാം. ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കുന്ന കൂട്ടുകാർക്ക് ഗണിതത്തിൽ നിന്നുള്ള ചോദ്യം ഇംഗ്ലീഷിലാണ് വരിക കേട്ടോ. മലയാളം മീഡിയത്തിലെ കൂട്ടുകാർക്ക് മലയാളത്തിലായിരുന്നു അത് ഉണ്ടായിരുന്നത്. നോക്കിക്കേ മക്കളെ, കൗണ്ട് ആൻഡ് റൈറ്റ്, എണ്ണി എഴുതാനായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലേ. നമുക്കവിടെ ഒരു ചിത്രം തന്നിട്ടുണ്ട്. ചിത്രത്തിൽ ആരൊക്കെയാണുള്ളത്? വേംസ്, ആൻസ്, അതുപോലെ തന്നെ സ്മോൾ ബഗ്സ് ആണുള്ളത് അല്ലേ. 3 കൂട്ടുകാരായിരുന്നു ഉണ്ടായിട്ടുള്ളത്. അപ്പം നോക്കിക്കേ മക്കളെ, എത്ര വേംസ് ആണുള്ളത്? മക്കളെല്ലാവരും കൃത്യമായിട്ട് എണ്ണി എഴുതിയിട്ടുണ്ടോ? എത്ര പുഴുക്കളുണ്ടായിരുന്നു? 6 എണ്ണമായിരുന്നു ഉണ്ടായിരുന്നത് കേട്ടോ. അടുത്ത നോക്കിക്കേ മക്കളെ, ആൻസ് ആണല്ലേ. ആൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഉറുമ്പുകളാണ് അല്ലേ. ഉറുമ്പുകൾ എത്രയാണ് മക്കളെ ഉള്ളത്? 5 ഉറുമ്പുകളായിരുന്നു ചിത്രത്തിൽ ഉണ്ടായിരുന്നത്. അടുത്തത് ഏതാണ്? സ്മോൾ ബഗ്സ് ആണല്ലേ. അത് എത്രയാണുള്ളത്? ആകെ 3 എണ്ണം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് അല്ലേ. ഓക്കെ മക്കളെ, പിന്നെ അതിൽ തന്നെ മറ്റൊരു കാര്യം കൂടി നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. റൈറ്റ് ദി നമ്പേഴ്സ് ഓഫ് ക്രിയേച്ചേഴ്സ് ഫ്രം സ്മോളസ്റ്റ് ടു ലാർജസ്റ്റ്. അതായത് ആ ഓരോ ജീവികളുടെയും എണ്ണത്തെ ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയാണ് മക്കളെ വരിക? ആദ്യം 3, പിന്നെ 5, അതിനുശേഷം 6 അല്ലേ. ഇതേ രീതിയിലാണ് മക്കൾ എഴുതേണ്ടത് കേട്ടോ. എല്ലാ കൂട്ടുകാരും 1ാമത്തെ പ്രവർത്തനം കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ടായിരിക്കുമല്ലോ. ഇനി ഏതെങ്കിലും കൂട്ടുകാർക്ക് തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ വിഷമിക്കൊന്നും വേണ്ട കേട്ടോ. ഓക്കെ മക്കളെ, ഇനി നമുക്ക് അടുത്ത പ്രവർത്തനം നോക്കാം. പറവകൾ. വായിക്കൂ. മക്കൾക്ക് അവിടെ ചിത്രം തന്നിട്ട് അതിന് നേരെ കുറച്ച് വാക്യങ്ങൾ തന്നിട്ടുണ്ട് അല്ലേ. എന്തൊക്കെയാണ്? ആ ഒരു കിളിയുടെ പ്രത്യേകതകളാണ് തന്നിട്ടുള്ളത് അല്ലേ. എന്തൊക്കെയാണ് നോക്കിക്കേ. നീണ്ട കഴുത്ത്, നീണ്ട കാലുകൾ, മീൻ തിന്നും, വെളുത്ത നിറം അല്ലേ. അപ്പോൾ അതാരാണ് മക്കളെ? കൊക്കാണല്ലേ. അത് മക്കൾക്ക് കാര്യങ്ങളൊക്കെ വായിച്ചപ്പോൾ മനസ്സിലായിട്ടുണ്ടായിരിക്കും അല്ലേ. ഇതുപോലെ മക്കളെടുത്ത് പിന്നെ കുറച്ച് ചിത്രങ്ങളും അതിന് യോജിച്ച വാക്യങ്ങളും തന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഓരോന്നും വായിച്ചിട്ട് കൃത്യമായിട്ടുള്ള വാക്യത്തിലോട്ട് വരച്ചു ചേർക്കാനായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ മക്കളെ, അപ്പം നമുക്കൊന്ന് ചെയ്ത് നോക്കാം. കാക്ക അല്ലേ. പിന്നെ ഏതൊക്കെ പക്ഷികളാണുള്ളത്? തത്തയുണ്ട്, പരുന്തുണ്ട്, തേൻകുരുവി. എന്തൊക്കെ കാര്യങ്ങളായിരുന്നു നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത്? പച്ച നിറം, അരി തിന്നും, തേൻ കുടിക്കും, മീൻ തിന്നും, വളഞ്ഞ ചുണ്ട്, വീട്ടിൽ വളർത്തും അല്ലേ. കാക്കയ്ക്ക് യോജിച്ചത് ഏതാണ് മക്കളെ? അരി തിന്നും എന്നത് നമുക്ക് കാക്കയ്ക്ക് യോജിപ്പിച്ച് വരച്ചു കൊടുക്കാം അല്ലേ. അപ്പം അങ്ങനെ വരച്ചിട്ടുള്ള മക്കളുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ടുള്ള ആൻസർ ആണ് കേട്ടോ. അടുത്ത് നോക്കിക്കേ മക്കളെ, തത്തയ്ക്ക് ഏത് നിറമാണ്? പച്ച നിറമാണ് അല്ലേ. അതുപോലെ തന്നെ നമുക്ക് വീട്ടിൽ വളർത്തും എന്നുകൂടി നമുക്ക് പറയാം. അപ്പോൾ അത് 2 വരച്ചാലും ശരിയാണ് കേട്ടോ. അടുത്തത് ഏതാണ് മക്കളെ? പരുന്താണ് അല്ലേ. പരുന്തിന് നേരെ നമുക്ക് എന്ത് വരയ്ക്കാം? വളഞ്ഞ ചുണ്ട് എന്നുള്ളത് വരച്ച് ചേർക്കാം കേട്ടോ. പിന്നെയുള്ളത് തേൻകുരുവിയാണ് അല്ലേ. അതിൻ്റെ പേരിൽ നിന്ന് തന്നെ അതിനോട് യോജിച്ച വാക്യം നമുക്ക് കിട്ടും. എന്താണ്? തേൻ കുടിക്കും അല്ലേ. അപ്പോൾ ആ ഒരു വാക്യത്തിലോട്ടാണ് മക്കൾ വരച്ച് ചേർക്കേണ്ടത് കേട്ടോ. അപ്പോൾ എല്ലാ മക്കളും കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ടായിരിക്കുമല്ലോ. ഓക്കെ മക്കളെ, ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. അതിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് എല്ലാ മക്കളും എന്ത് ചെയ്യുക? പെട്ടെന്നൊന്ന് വീഡിയോ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ കൂട്ടുകാരുടെ നാളത്തെ പരീക്ഷയ്ക്ക് യൂസ്ഫുൾ ആവുന്ന വീഡിയോ ഇന്ന് വൈകിട്ട് ടീച്ചർ നമ്മുടെ ചാനലിലോട്ട് അപ്ലോഡ് ചെയ്യൂ കേട്ടോ. അപ്പോൾ ആ വീഡിയോസൊക്കെ കണ്ടിട്ട് നല്ല രീതിയിൽ തന്നെ അടുത്ത പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുക കേട്ടോ. ഓക്കെ മക്കളെ, അടുത്ത പ്രവർത്തനം നോക്കിക്കേ. കളിപ്പാട്ടം. പാട്ടിൽ വരികൾ കൂട്ടിച്ചേർക്കൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. 4 വരി പാട്ട് നമുക്ക് അവിടെ തന്നിട്ടുണ്ടായിരുന്നു അല്ലേ. എന്തായിരുന്നു? കളി, കളിച്ചിരി, ചിരി, കളിച്ചിരി, കളിച്ചിരി, നല്ല കളിപ്പാട്ടം, പമ്പരമാണേ കളിപ്പാട്ടം. ഇത്രയും മക്കൾക്ക് അവിടെ തന്നിട്ടുണ്ടായിരുന്നു അല്ലേ. പിന്നീട് മക്കളടുത്ത് ഏതെങ്കിലും കളിപ്പാട്ടങ്ങളുടെ പേര് ചേർത്തിട്ട് ആ ഒരു പാട്ടിലോട്ട് വരികൾ ചേർക്കാനായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഏതൊക്കെ കളിപ്പാട്ടങ്ങളുടെ പേരുകളാണ് മക്കൾ ചേർത്തിട്ടുള്ളത്? കളിപ്പാട്ടങ്ങളുടെ ചിത്രങ്ങളൊക്കെ നമുക്ക് സൈഡിൽ തന്നിട്ടുണ്ടല്ലേ. പന്ത്, പമ്പരം, കളിവണ്ടി, വാച്ച്, പിന്നെ ഓലപ്പീപ്പി, കണ്ണട എന്നൊക്കെ പറഞ്ഞ ഒരുപാട് കളിപ്പാട്ടങ്ങളുടെ ചിത്രം നമുക്ക് അവിടെ തന്നിട്ടുണ്ടല്ലേ. അപ്പോൾ ആ ജസ്റ്റ് കളിപ്പാട്ടത്തിൻ്റെ പേര് മാത്രം മക്കൾ മാറ്റി കൊടുത്താൽ നിങ്ങൾക്ക് നന്നായിട്ട് തന്നെ എഴുതാനായിട്ട് പറ്റിയിട്ടുണ്ടായിരിക്കും അല്ലേ. നമുക്ക് മുകളിൽ 4 വരി തന്നിട്ടുണ്ടായിരുന്നു. അതിൽ പമ്പരമാണ് എന്നുള്ള സ്ഥലത്ത് വേറെ ഏതെങ്കിലും ഒരു കളിപ്പാട്ടത്തിൻ്റെ പേര് ചേർത്ത് എഴുതിയാൽ മാത്രം മതി അല്ലേ. അപ്പോൾ ടീച്ചർ ഇവിടെ ഒരു മോഡൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നോക്കിക്കേ. കളിച്ചിരി, ചിരി, കളിച്ചിരി, നല്ല കളിപ്പാട്ടം, വണ്ടിയാണേ കളിപ്പാട്ടം. കളിച്ചിരി, ചിരി, കളിച്ചിരി, നല്ല കളിപ്പാട്ടം, പന്താണേ കളിപ്പാട്ടം. അപ്പം മക്കൾ ഏത് വാഹനത്തിൻ്റെ പേരാണ് ചേർത്തത് എന്നുള്ളത് പറ്റുകയാണെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയാം കേട്ടോ. ഓക്കെ മക്കളെ, അടുത്ത പ്രവർത്തനം നോക്കൂ. പ്രവർത്തനം 8 കളികളിലെ മക്കൾക്ക് അവിടെ ഒരു ചിത്രവും തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് കളികളുടെ പേരുകളും തന്നിട്ടുണ്ട് അല്ലേ. എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? ക്രിക്കറ്റ്, ഒളിച്ചുകളി, കബഡി, പന്തുകളി, കഞ്ഞിയും കറിയും വെച്ച് കളി, കുളങ്കര, ചാടിക്കളി,
ക്യാരം ബോർഡ്, പാമ്പും കോണിയും, തൊട്ടുകളില്ലേ, ഇത്രയും കാര്യങ്ങളാണ് തന്നിട്ടുള്ളത്. മക്കളടുത്ത് എന്തായിരുന്നു പറഞ്ഞത്? ഉപകരണങ്ങൾ ആവശ്യമില്ലാത്ത കളികൾക്ക് ശരി അടയാളം ഇടുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പം ഏതൊക്കെയാണ് മക്കളെ തന്നിട്ടുള്ള കളികളിൽ ഉപകരണം ആവശ്യമില്ലാത്ത കളികൾ? ഏതൊക്കെയാണ്? കുളങ്കര അല്ലേ, അതിന് ഉപകരണത്തിൻ്റെ ആവശ്യമുണ്ടോ? ഇല്ല അല്ലേ. പിന്നെ അതുപോലെ ഒളിച്ചുകളി, പിന്നെയോ ചാടിക്കളി, ഇതിനൊന്നും എന്ത് വേണ്ട? ഉപകരണത്തിൻ്റെ ആവശ്യമില്ല അല്ലേ. അതുപോലെ തന്നെ കബഡി, ഉപകരണം വേണോ? വേണ്ട അല്ലേ. പിന്നെ എന്താണുള്ളത്? തൊട്ടുകളി അല്ലേ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് മക്കൾ എഴുതേണ്ടത് കേട്ടോ. അപ്പോൾ എല്ലാവരും കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ടായിരിക്കുമല്ലോ. ഓക്കെ മക്കളെ, അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ള ഒരു എക്സാം ആയിരുന്നല്ലേ ഇന്ന് നടന്നിട്ടുണ്ടായിരുന്നത്. എല്ലാ മക്കളും നന്നായിട്ട് തന്നെ ഫുൾ മാർക്ക് മേടിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ. ഓക്കെ മക്കളെ, അപ്പം മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.